അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ദീനനുസരിച്ച് ജീവിക്കുവാനും നാളെ പരലോകത്ത് സ്വർഗം കരസ്ഥമാക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമ ചൊല്ലി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടുകൂടി വിജയിച്ചവരായി തിരിച്ചു മടങ്ങാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു പരിശുദ്ധത നൽകിയ, പവിത്രത നൽകിയ 4 മാസങ്ങളിൽ ഒരു മാസമായ റജബ് മാസത്തിലാണുള്ളത്. ഇതിൻ്റെ മഹത്വം നിശ്ചയിക്കപ്പെട്ടത് ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ യൗമ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു തആല എന്ന് സൃഷ്ടിച്ചോ അതുമുതൽ അല്ലാഹു തആല തീരുമാനിച്ചതാണ് ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ പവിത്രമായ 4 മാസങ്ങളിൽ കൂടുതലായി നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാ തൻ്റെ ലതായിഫുൽ മആരിഫിൽ 2 ഉപമകളാണ് റജബ് മാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളോട് പറയുന്നത്. ഒന്ന്, റജബ് എന്ന് പറഞ്ഞാൽ അത് ഒരു കർഷകൻ തൻ്റെ വിത്തിറക്കുന്നത് പോലെയാണ്. അഥവാ നമ്മളിന്ന് വിത്തിറക്കേണ്ട മാസമാണ് റജബ് എന്ന് പറയുന്നത്. അടുത്ത മാസമായ അബാൻ മാസം ആ വിത്തുകൾക്ക് വളവും വെള്ളവുമൊക്കെ നൽകി അതിനെ വളർത്തേണ്ട മാസമാണ്. പിന്നെ റമളാൻ മാസമാണ്. റമളാനായി കഴിഞ്ഞാൽ നാം ചെയ്ത കൃഷിയുടെ വിളവ് കൊയ്യേണ്ട മാസമാണ്. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, റജബ് എന്ന് പറഞ്ഞാൽ കാറ്റുപോലെയാണ്, ശഅബാൻ മേഘങ്ങൾ പോലെയാണ്, റമളാൻ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെയാണ്. അഥവാ റജബിൽ കാറ്റടിക്കാൻ തുടങ്ങണം, ശഅബാനിൽ കാർമേഘമായി ഉരുണ്ടുകൂടണം, റമളാൻ മാസമാകുമ്പോൾ നന്മകളുടെ മഴയായി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നാടുകളിൽ അത് പെയ്തിറങ്ങണമെന്നുള്ളതാണ്. അപ്പോൾ റമളാനിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം നാം ഈ മാസത്തിൽ തന്നെ ആ റമളാനിൻ്റെ മഹത്വം കണ്ടറിഞ്ഞുകൊണ്ട് നാം തയ്യാറെടുക്കണം. പ്രത്യേകിച്ച് റജബ് മാസം എന്ന് പറയുന്നത് നന്മകളുടെ മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതിനേക്കാൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പാപങ്ങൾ ഈ മാസങ്ങളിൽ ചെയ്യാൻ പാടില്ല. ഈ 4 പ്രധാനപ്പെട്ട മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യാൻ പാടില്ല, സൂക്ഷിക്കണം. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാൻ പാടില്ല. അഥവാ പാപങ്ങൾ ചെയ്യരുത്. മറ്റുള്ള മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് റജബ് മാസത്തിൽ പാപങ്ങൾ ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ ഈ 4 മാസങ്ങൾക്ക് ഹറം, മുഹറം പോലെയുള്ള പേരുകൾ വരാനുള്ള കാരണം പാപങ്ങൾ ചെയ്യുന്നത് വളരെ ഗൗരവമായതുകൊണ്ടാണ് ഈ മാസങ്ങൾക്ക് ഈ പേര് വന്നിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറയുന്നത് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമളാൻ മാസമാണ്. എന്നാൽ റമളാൻ മാസത്തിൽ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് ഈ 4 മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യുന്നത് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിശുദ്ധമായ പവിത്രമായ ഈ റജബ് മാസത്തിൽ ആദ്യം നമ്മൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ശേഷം ആദ്യം ഫർളായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. 5 വക്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ സാധിക്കണം. തുടർന്ന് അങ്ങോട്ട് നഫലുകളും നമ്മൾ ജീവിതത്തിൽ കൂടുതലായി ശ്രദ്ധ പുലർത്താൻ ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണങ്ങൾ, അദ്കാറുകൾ, നോമ്പുകൾ ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. അഥവാ ഈ മാസത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൻ്റെ പ്രധാനപ്പെട്ട ദിക്റാണ്. ആ ദിക്ർ നമ്മൾ ആവർത്തിക്കണം. ഇനി അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ വന്നിരിക്കുന്ന ദുആയാണ്. ഈ ദുആയുടെ പ്രത്യേകത, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമുദ്രനുരയേക്കാൾ പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നുള്ളതാണ്.
വൃക്ഷങ്ങളുടെ ഇലകളേക്കാൾ കൂടുതൽ പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. വലിയ ഈ ദുനിയാവിലെ എണ്ണിയാൽ ഒടുങ്ങാത്ത മണ്ണ് അതിനേക്കാളും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഈ ദുനിയാവ് എത്ര ദിവസങ്ങളുണ്ടോ ഖിയാമത്ത് നാൾ വരെ അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. മറ്റൊരു റിവായത്തിൽ ഇമാം തിർമിദിയുടെ തന്നെ സഹിഹായ റിവായത്തിൽ വരുന്നത്, പിന്നെ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകൽ വലിയ പാപമാണ്. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദുആ ചെയ്താൽ പാപം പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ ദിക്ർ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. നമ്മളെല്ലാവരും അത് പഠിക്കണം, ആവർത്തിച്ച് ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമദാൻ മാസം വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങണം. അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രദ്ധയാണ്. നമ്മൾ കഴിഞ്ഞ ഏകദേശം 6 ഖുതുബകൾ, ആഴ്ചകൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മുടെ ദുനിയാവിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ, ഒരിക്കലും അവസാനിക്കാത്ത പാരത്രിക ലോകത്തും ജയിക്കണമെങ്കിൽ ഹറാമുകളിൽ നിന്ന് നമ്മൾ ശുദ്ധമായിരിക്കണം. ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിന് സഹായകമാകുന്ന എളുപ്പവഴികൾ നമ്മുടെ മുൻഗാമികളായ സലഫു സാലിഹീങ്ങളായ ഉലമാക്കൾ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കിതാബുകളും ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന പല മാർഗങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണ് നമ്മൾ ഉണർത്തുന്നത്. അല്ലാഹു തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. അതിൽ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള 7ാമത്തെ കാരണം, നമ്മളെ സഹായിക്കുന്ന ഒരു കാരണം, നമ്മളുടെ മനസ്സിൽ ഇങ്ങനൊരു ബോധ്യം ഉണ്ടാവണമെന്നാണ്. അഥവാ ഖുവ്വത്തുൽ ഇൽം ബിസൂഇ ആഖിബത്തിൽ മഅസിയ വഖുബ്ഹി അസരിഹ വല്ലറരിൻ നാശിഇ മിൻഹ. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും, വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ മുസീബത്തുകളെ അത് കൊണ്ടുവരും. അത് നമ്മൾ തിരിച്ചറിയണം. ദുനിയാവിലും കൊണ്ടുവരും, ആഖിറത്തിലും കൊണ്ടുവരും എന്നുള്ളതാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു മസ്ലമത്ത് ബിൻ മഖ്ലദ് റളിയല്ലാഹു തആല അൻഹുവിനെ മിസ്റിലെ അമീറിനെ കത്തെഴുതുകയുണ്ടായി. ആ കത്തെഴുതിയത് ഇങ്ങനെയാണ്: അമ്മാ ബഅദ് ഫഇന്നൽ അബ്ദ ഇദാ അമില ബിതാഅത്തില്ലാഹ്. ഒരു അടിമ അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹു അവനെ സ്നേഹിക്കും. അള്ളാഹു അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ആ സ്നേഹം അവൻ്റെ കൂടെയുള്ള സൃഷ്ടികളിലും അള്ളാഹു തആല ഇട്ടുകൊടുക്കും. വഇദാ അബ്ഗളഹു. എന്നാൽ ഒരു മനുഷ്യൻ തിന്മകൾ ചെയ്തു കഴിഞ്ഞാലോ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. അള്ളാഹു കോപിച്ചു കഴിഞ്ഞാലോ ബഗളഹു ഇലാ ഖൽഖിഹി. നമ്മുടെ കൂടെയുള്ളവരുടെ വെറുപ്പ് നമ്മൾ തന്നെ സമ്പാദിക്കുന്നതിന് കാരണമാക്കുമെന്ന് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതുകയാണ്. ജനങ്ങൾ ദേഷ്യപ്പെട്ടാൽ നമുക്ക് വലിയ വിഷമാണ്. ആളുകൾ നമ്മളോട് വെറുപ്പ് കാണിച്ചാൽ, നമ്മൾ ആ തരത്തിൽ നമ്മളെ നോക്കിക്കണ്ടാൽ നമുക്ക് വലിയ വിഷമം വരും. എന്നാൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. തിന്മകൾ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാക്കുമെന്ന് നമ്മൾ കേട്ടാലും നമ്മൾ പറയുമ്പോഴും ആ ഒരു പ്രയാസം, അല്ല ജനങ്ങൾക്ക് ദേഷ്യമുണ്ടാകുന്ന ഒരു പ്രയാസം അള്ളാഹ്ക്ക് കോപം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നില്ല. അള്ളാഹുവിന് കോപമുണ്ടാകുമെന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്നില്ല. അള്ളാഹു തആല അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അള്ളാഹു ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ എന്തിനാ കൊള്ള? ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായിട്ട് മരണപ്പെട്ടു വന്നാൽ ഖബറിൽ എങ്ങനെയാണ് പടച്ചവനോട് റഹ്മത്ത് കാണിക്കുക? നാളെ മഹ്ശറയിൽ അള്ളാഹു അനുമതി നൽകുന്നവരല്ലാതെ സംസാരിക്കാത്തൊരു ദിവസം വരുമ്പോൾ നമ്മളോട് അള്ളാഹു കോപിച്ച അവസ്ഥയിലാണെങ്കിൽ അള്ളാഹു എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക? നമ്മളോട് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തെങ്കിലും അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകില്ലേ? ചിലപ്പോൾ അത് സംസാരത്തിൽ അതിൻ്റെ കോപത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകും, പെരുമാറ്റത്തിലുണ്ടാകും, ബന്ധപ്പെടുന്നതിലുണ്ടാകും, സ്നേഹം പ്രകടിപ്പിക്കുന്നതിലുണ്ടാകും. ഇനി സ്നേഹം പ്രകടിപ്പിച്ചാൽ തന്നെ ഉള്ളിൽ അതിൻ്റെ അമർഷം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കോപിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
പാപം ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പാപം ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തൂലല്ലോ. ഏത് പാപമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക? ഏത് പാപമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്? ഒരു പാപവും അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും നമ്മളുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ കൂടുതൽ പേടിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ശിക്ഷ ഒന്നില്ലെങ്കിൽ ആഖിറത്തിലുണ്ടാകും, അല്ലെങ്കിൽ ദുനിയാവിലുണ്ടാകും. ഇബ്നുൽ ജൗസി റഹിമഹുല്ല തൻ്റെ സയ്യിദുൽ ഖാത്തിർ എന്നുള്ള കിതാബിൽ ഒരു ചാപ്റ്റർ കൊണ്ടുവരുന്നുണ്ട്. അൽ ജസാഉ ബിൽ മിർസാദ് എന്നാണ് അതിൻ്റെ പേര്. അഥവാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അത് നീട്ടിവെച്ചിട്ടുണ്ടെന്നാണ്. അതിൻ്റെ അർത്ഥം ആ പാപങ്ങൾ അള്ളാഹു മറന്നു എന്നല്ല. അള്ളാഹുവിനോട് ചെയ്ത തിന്മകൾക്കുള്ള പ്രതിഫലം അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ ശിക്ഷ അള്ളാഹു തീരുമാനിച്ച സമയത്ത് അത് ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഅ്ലം അന്നൽ ജസാഅ ബിൽ മിർസാദ്, മഹാനവറുകൾ പറയാ, പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അത് അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇൻകാനത്ത് ഹസനത്തൻ, നന്മയാണെങ്കിലും ദുനിയാവിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും, ആഖിറത്തിലും കിട്ടും. ഔ കാനത്ത് സയ്യിഅതൻ, തിന്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വമിനൽ ഇഗ്തിറാരി അൻ യളുന്നൽ മുദ്നിബു, അദ്ദേഹം പറയാണ്, ഇന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തിന്മകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെതായ പരീക്ഷണങ്ങളൊന്നും ജീവിതത്തിൽ കാണാതെ വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്, അള്ളാഹു വലിയ പ്രശ്നമുള്ള കാര്യമല്ല, അതൊക്കെ അള്ളാഹു മാപ്പാക്കി തന്നിട്ടുണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ പറയാണ്, വറുബ്ബമാ ജാഅത്തിൽ ഉഖൂബതു ബഅദ മുദ്ദ, ചിലപ്പോൾ നീ ഇന്ന് ചെയ്ത തിന്മക്കുള്ള പ്രതിഫലം ഒരുപാട് കാലഘട്ടത്തിന് ശേഷമായിരിക്കും അല്ലാഹു തആല തരാ. വഖല്ല മൻ ഫഅല ദംബൻ ഇല്ലാ വഖൂബില അലൈഹി, മഹാനവറുകൾ പറയാണ്, വളരെ കുറഞ്ഞ ആളുകളുള്ളൂ ഈ ലോകത്ത് തിന്മ ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം ശിക്ഷ ലഭിക്കാതെ കടന്നുപോയിട്ടുള്ളവർ. വളരെ കുറഞ്ഞ ആളുകളുള്ളൂ. അധിക ആളുകൾക്കും ശിക്ഷ ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്, അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയാം. എന്നിട്ട് ഒരു ആയത്തോതാണ്, മയ്യഅമൽ സൂഅൻ യുജ്സ ബിഹി, സൂറത്തു നിസായിലായത്. ആരെങ്കിലും എന്തെങ്കിലും തിന്മ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നു. ആദ്യം കൊണ്ടുവരുന്നത് പ്രവാചകന്മാരുടെ ഉദാഹരണമാണ്. വഹാദ ആദം അലൈഹി സലാം അക്കല ലുഖ്മതൻ, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു പിടി ഭക്ഷണം അദ്ദേഹം തൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയപ്പോൾ അള്ളാഹു തആല ശിക്ഷിച്ചു. ആ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയെന്നാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും യഹൂബ് അലൈഹി ഇസ്ലാമിൻ്റെയും അയ്യൂബ് നബി അലൈഹി ഇസ്ലാം, ഇവരൊക്കെ പ്രവാചകന്മാരാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ വഅമ്മ യൂനുസ് അലൈഹി ഇസ്ലാം ഫഖറജ അൻ ഖൗമിഹി ബിഗൈരി ഇദ്ൻ, അനുവാദമില്ലാതെ പ്രബോധനം ഏൽപ്പിക്കപ്പെട്ട നാട്ടിൽ നിന്നും നിരാശ പൂണ്ട് മടങ്ങിയപ്പോൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു തെറ്റാണ്. ഫൽതഖമഹുൽ ഹൂത്, അള്ളാഹു തആല ശിക്ഷ സ്പോട്ടിൽ കൊടുത്തു. വലിയൊരു മീൻ അദ്ദേഹത്തെ വിഴുങ്ങി 40 ദിവസം അല്ലെങ്കിൽ 40 കണക്ക് പറയുന്നുണ്ട് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ കിടന്നു എന്നാണ്. അത് ശിക്ഷയാണ്. പ്രവാചകന്മാരെ പോലും അവർ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾക്ക് അള്ളാഹു തആല ഈ ലോകത്ത് ആ കറകൾ, പാപക്കറകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം അതിൽ ഒരു സംഭവം പറയുന്നുണ്ട്. വകാന ബഅലുൽ ആഖീന ലറബ അബാഹു, ഒരു മാതാപിതാക്കളെ ശിക്ഷിച്ച ഒരു മകനെ കുറിച്ച്. മകൻ വല്ലാതെ ദേഷ്യപ്പെട്ടു, വാപ്പയോട് ദേഷ്യപ്പെട്ടു. ലറബ അബാഹു, വാപ്പയുടെ ശരീരത്തിൽ അടിച്ചു. ഒരു മകൻ അടിക്കുകയാണ്, വാപ്പയെ അടിക്കുകയാണ്. വസഹബഹു ഇലാ മക്കാൻ, എന്നിട്ട് വാപ്പയുടെ ശരീരം പിടിച്ചുകൊണ്ട് വലിച്ചഴച്ചു കൊണ്ടുപോയി. ഫഖാല ലഹു അബ്, ഒരു സ്ഥലം എത്തിയപ്പോൾ വാപ്പ മകനോട് പറഞ്ഞു, ഹസ്ബുക്, മോനെ ഇവിടെ നിർത്താൻ പറഞ്ഞു. ഇലാ ഹാഹുനാ സഹബ്തു അബി, ഇതിലൂടെയാണ് ഞാനും എൻ്റെ വാപ്പയെയും എന്ത് ചെയ്തത്, ഇതുപോലെ ഉപദ്രവിച്ചു വലിച്ചു കൊണ്ടുവന്നത്. ഈ ഒരു സംഭവം മഹാനവറുകൾ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ചെയ്ത തിന്മക്ക് അള്ളാഹു തആല ശിക്ഷ കൊടുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടാണ്.
അതുകൊണ്ട് നമ്മൾ ചെയ്ത തിന്മകളൊന്നും അള്ളാഹുവിൻ്റെ ഏടിൽ അത് മറക്കപ്പെടുകയില്ല. അള്ളാഹു ഒരിക്കലും മറന്നു പോവുകയില്ല. മഹാനവറുകൾ അതിനുശേഷം ഒരു സംഭവം പറയുന്നുണ്ട്. വമിൻ അഅ്ജബി മാ സമിഅതു, ഞാൻ കേട്ടതിൽ ഏറ്റവും അത്ഭുതകരമായ സംഭവം. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറയാണ്, അബ്ബാസി ഖലീഫ മുഖ്തഫി അദ്ദേഹത്തിൻ്റെ വസീറായ മന്ത്രിയായ ഇബ്നു ജുഹൈർ എന്ന് പറയുന്ന മനുഷ്യനോട് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. അദ്ദേഹത്തോട് ദർബാറിലേക്ക്, ഖജനാവിലേക്ക് 10,000 ദീനാർ ശിക്ഷയുടെ പിഴയായിട്ട് അടക്കാൻ വേണ്ടി പറഞ്ഞു. വലിയൊരു തുകയാണ്, അദ്ദേഹത്തിന് അടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മിൻ ഐന ലക 10,000 ദീനാർ, ഇത്രയും വലിയ തുക 10,000 ദീനാർ എങ്ങനെയാണ് താങ്കളെ കൊണ്ട് അടക്കാൻ സാധിക്കുക? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്രയൊന്നും അടക്കേണ്ടി വരില്ല, 5,000 അടക്കേണ്ടി വരില്ല, 4,000 അടക്കേണ്ടി വരില്ല, പക്ഷെ 3,000 ദീനാർ അടക്കേണ്ടി വരും. അപ്പോൾ അവർ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇന്നി ലലംതു റജുലൻ, ഞാൻ ഒരാളോട് അക്രമം ചെയ്തിട്ടുണ്ട്, അയാളിൽ നിന്നും അക്രമപരമായിട്ട് 3,000 ദീനാർ പിഴയാക്കി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നുള്ള പല ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിക്കാറുണ്ട്. ആളുകളിൽ നിന്നും അക്രമപരമായിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് കൈക്കൂലി മേടിക്കും. 3,000, 4,000, 5,000, 10,000. അതുകൊണ്ട് അയാൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ആ പൈസ ഒരു പക്ഷെ അദ്ദേഹത്തിന് ശിക്ഷയായിട്ട്, രോഗമായി അല്ലെങ്കിൽ മറ്റു പലതരത്തിൽ ഇതിനേക്കാളും ഡബിൾ പൈസ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. മഹാനവറുകൾ ആ സംഭവം പറയുമ്പോൾ ഫഅൽസംതുഹു 3,000, ഞാൻ അദ്ദേഹത്തിന് പിഴയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അക്രമപരമായിട്ട് മേടിച്ചത് 3,000 ദീനാറാണ്. അപ്പം അതിൻ്റെ ശിക്ഷയാണിത്. അപ്പം എനിക്ക് 3,000 കൊടുക്കേണ്ടി വരുള്ളൂ. അദ്ദേഹം പിന്നീട് രാജാവിനോട് സംസാരിക്കുകയും ഖലീഫ മുഖ്തഫിയോട് സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹം ബാക്കി 7,000 ദീനാർ മാപ്പാക്കി കൊടുക്കുകയും 3,000 പിഴയായിട്ട് അടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവം പറഞ്ഞിട്ട് ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറയാണ്, വഅന അഖൂലു അൻ നഫ്സി മാ നസലത് ബി ആഫത്തുൻ, ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, എന്തെങ്കിലും വിഷമകരമായ ദുഃഖമോ സങ്കടമോ അല്ലെങ്കിൽ ഹൃദയം കുടുസാകുന്ന വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ ബിസാലലിൻ ആരിഫുഹു, എനിക്ക് മനസ്സിലാകുക ഞാൻ ചെയ്ത എന്തോ ഒരു തെറ്റിൻ്റെ പേരിലാണ് അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നത്. ആ പാപം അള്ളാഹു താല എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശിക്ഷിക്കുന്ന പരീക്ഷണമാണിത്. അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഹത്താ യുംകിനുനി അൻ അഖൂൽ, എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് അള്ളാഹു താല ഇങ്ങനെ ശിക്ഷ തരുന്നത് ഹാദാ ബിശ്ശൈഇൽ ഫുലാൻ, ഇന്ന ആളോട് ഞാൻ ഇന്ന അക്രമം ചെയ്തതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇന്ന തിന്മ ചെയ്തതിൻ്റെ പേരിലാണ്. വറുബ്ബമാ തഅവ്വൽതു ഫീഹി ബഅദ്, ചിലപ്പോഴൊക്കെ ഞാൻ പരീക്ഷണങ്ങൾ വരുമ്പോൾ എനിക്ക് മനസ്സിലാവൂലായിരുന്നു എന്തിനാണ് അള്ളാഹു എനിക്ക് പരീക്ഷണം തന്നതെന്ന്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാമായിരുന്നു ഈ പരീക്ഷണത്തിൻ്റെ അർത്ഥം ഞാൻ ചെയ്ത ഇന്ന തെറ്റിൻ്റെ പേരിലാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഫയംബഗി ലിൽ ഇൻസാനി അൻ യതറഖബ ജസാഅ ദുനൂബ്, എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറയാണ്, അതുകൊണ്ട് നാം ഓരോരുത്തരും വളരെയധികം ജാഗ്രത കാണിക്കണം, വളരെയധികം ശ്രദ്ധ കാണിക്കണം. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അല്ലാഹു തആല പ്രതിഫലം എപ്പോഴാണ് ഇതിൻ്റെ ശിക്ഷയായിട്ട് തരുന്നത് എന്നുള്ള വിഷയത്തിൽ ജാഗ്രത കാണിക്കണമെന്ന് മഹാനവറുകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വളരെ കുറഞ്ഞ ആളുകളെ അള്ളാഹുവിൻ്റെ അങ്ങനെയുള്ള പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് മഹാനവറുകൾ ഈ സംഭവങ്ങളൊക്കെ, മുൻകാല സംഭവങ്ങൾ, ഖുർആനിൽ വന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ല തൻ്റെ കിതാബായ അൽ ജവാഫുൽ കാഫി, ആ കിതാബിന് മറ്റൊരു പേരുണ്ട് അദ്ദാഉ വദ്ദവാ, അഥവാ നമ്മുടെ രോഗങ്ങളും ആ രോഗങ്ങൾക്കുള്ള ചികിത്സയുമാണ്. അതാണ് ആ കിതാബിൻ്റെ പേര്. പലപ്പോഴും കഴിഞ്ഞ 4-6 ഖുതുബകളിൽ ആ കിതാബിൻ്റെ പല ഉദ്ധരണികൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. നമ്മൾ കേൾക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ഭാഗത്തു നിന്നുള്ളതല്ല. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന എളുപ്പമായ മാർഗങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അമൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആ കിതാബിൽ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ഖുർആനിൻ്റെ ഇൽമിൻ്റെ പ്രകാശം എടുക്കപ്പെടുന്നതാണ്. നമുക്ക് ഖുർആനായിട്ട് ബന്ധം ഉണ്ടാവില്ല, ഖുർആൻ ഓതിയാൽ നമുക്ക് മനസ്സിലാകില്ല, ഖുർആനുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവില്ല. ഖുർആന്റെ ഇൽമ്, ആ ഇൽമിൻ്റെ പ്രകാശം ഹൃദയത്തിൽ നിന്ന് എടുക്കപ്പെടും പാപങ്ങൾ കാരണം. പാപങ്ങൾ കൂടുതൽ ചെയ്യുന്നവന് ഖുർആൻ അറിയില്ല, മനസ്സിലാവൂല, ഫിഖ്ഹ് ഉണ്ടാവില്ല.
അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. രണ്ട് മഹാനവറുകൾ പറഞ്ഞു, നമ്മൾ റമദാൻ മാസമാണ് പറയുന്നത്, ഖുർആന്റെ മാസമാണ്. ഖുർആൻ അധികമായി ഓതുകയും അർത്ഥം പഠിക്കുകയും വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മഹറൂമാകുന്നുണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കുന്നതിനെ തൊട്ട് നമുക്ക് പല തടസ്സങ്ങളും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തടസ്സങ്ങളല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ആ തടസ്സങ്ങൾ പാപങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. നമ്മളത് തടസ്സങ്ങളായിട്ട് ബാഹ്യമായി പല കാരണങ്ങളും പറയും. അവിടെ തിരക്കുണ്ട്, ഇവിടെ തിരക്കുണ്ട്, ഇന്ന തിരക്കുണ്ട്, അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നമ്മുടെ പാപങ്ങൾ കാരണം ഉണ്ടാകുന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് ആദ്യമായി പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം, റിസ്കിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം മുസ്നദിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയുഹറമു റിസ്ഖ ബിദംബ് യുസീബ്. അവൻ അല്ലാഹു തആല കൊടുക്കാൻ വിചാരിച്ച അനുഗ്രഹങ്ങൾ, റിസ്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. അല്ലാഹു തീരുമാനിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇവന്റെ പാപം കാരണം അല്ലാഹു തആല ആ അനുഗ്രഹങ്ങൾ എടുത്തു കളയും. കഴിഞ്ഞ പല ഖുതുബകളിൽ നമ്മൾ അതിൻ്റെ സംഭവങ്ങൾ ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയുന്നുള്ളതാണ്, എടുത്തു കളയുന്നുള്ളതാണ്. മൂന്നാമതായി, ഏകാന്തത അനുഭവപ്പെടും. അത് രണ്ട് തരത്തിലുള്ള ഏകാന്തത ഉണ്ട്. ഒന്ന്, അള്ളാഹുമായിട്ടുള്ള അകൽച്ച സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഏകാന്തത. നമ്മൾ ഭൗതികമായ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എത്ര വലിയ രസിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാലും മനസ്സിനൊരു സന്തോഷം കിട്ടൂല. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ആ ഏകാന്തത, ആ ടെൻഷൻ മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഉണ്ടാകണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഏകാന്തത അഥവാ തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഹൃദയം കുടുസമാകും, ഏകാന്തത അനുഭവപ്പെടും, ടെൻഷൻ വർദ്ധിക്കും. പല ആളുകളും പറയാറില്ല, ഡിപ്രഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദിക്റുള്ള നഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ ദിക്ർ മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിപ്രഷനിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നുള്ളതാണ്. ഡിപ്രഷന്റെ മരുന്ന് ദിക്റുള്ള അല്ലാതെ മറ്റൊന്നുമില്ല. ദീനിലേക്ക് വരലല്ലാതെ, അള്ളാഹുവിലേക്ക് അടുക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയും ദിക്റും മഅയ്യത്തും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എത്ര വലിയ മുസീബത്തുകൾ ഉണ്ടെങ്കിലും വലിയ സമാധാനത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും. അടുത്ത വഹ്ശത്ത് അഥവാ സാലിഹീങ്ങളോടുള്ള സഹവാസം നഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള വലിയ മഹത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരുടെ കൂടെ സഹവസിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. അങ്ങനെയുള്ളവരുടെ സഹവാസം നഷ്ടപ്പെട്ട് പാപികളുമായിട്ടുള്ള സഹവാസം നമുക്ക് വർദ്ധിക്കുകയും അവർ മുഖേന തിന്മകൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഓരോരുത്തരും അവർ ജാഗ്രത കാണിക്കണം. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ ആ മനുഷ്യരെ ശപിക്കുന്നതിനെ തൊട്ടും അവരറിയാതെ അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നതിനെ കുറിച്ച് ഓരോരുത്തരും ജാഗ്രത കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അത് എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇന്നൽ അബ്ദ യഖ്ലു, അഥവാ ഒരു അടിമ അവൻ പാപങ്ങളുമായി കൂടുതൽ മുഴുകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ അവരോടുള്ള വെറുപ്പിട്ട് കൊടുക്കുമെന്നാണ്. മിൻ ഹൈസു ലാ യശ്ഉർ, അവൻ പോലും അറിയാതെ മുഅ്മിനീങ്ങൾ ശത്രുക്കളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളുടെ മിത്രങ്ങളായിട്ട് മാറണം. വഅലമു അന്നൽ ബിർറ ലാ യബ്ല വഅന്നൽ ഇസ്മ ലാ യുൻസ, ഒരിക്കലും നന്മ നശിപ്പിക്കപ്പെടുകയില്ല, അതുപോലെ തന്നെ തിന്മകൾ മറക്കപ്പെടുകയില്ല. നമ്മൾ വിചാരിക്കണം നമ്മൾ എന്നോ ചെയ്ത തിന്മയായിരിക്കും പ്രായപൂർത്തിയായതിനു ശേഷം, പക്ഷെ ആ തിന്മകൾ അവിടെ തന്നെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കിതാബിൽ ഒന്നും മറന്നിട്ടുണ്ടാവില്ല. നാലാമതായി പറഞ്ഞത് ഖൈറിന്റെ കവാടങ്ങൾ അവന്റെ മുന്നിൽ അടക്കപ്പെടുമെന്നാണ്. അഞ്ചാമത് നന്മ പ്രകാശമാണ്, തിന്മ ഇരുട്ടാണ്. ആ ഇരുട്ട് ഹൃദയം കറുത്തിരുണ്ട് അവസാനം നന്മകളൊന്നും കയറാൻ പറ്റാതെ, ഉപദേശങ്ങളൊന്നും കയറാൻ പറ്റാത്ത മനസ്സായിട്ട് മാറും. ആറാമതായി മനസ്സിനെയും ശരീരത്തെയും അത് ബലഹീനമാക്കും. മനസ്സ് ബലഹീനമായി കഴിഞ്ഞാൽ ശരീരം ബലഹീനമാകും. മുൻഗാമികളായ ആളുകൾ വലിയ ശക്തികളായ റോമിനോടും പേർഷ്യയോടും അവർ ഏറ്റുമുട്ടിയത് ആയുധബലം കൊണ്ടോ സായുധ ബലം കൊണ്ടോ ആൾബലം കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ഈമാൻ കൊണ്ടാണ്, അവരുടെ മനസ്സിന്റെ ബലം കൊണ്ടായിരുന്നു. ഇന്ന് ഇത്രയും വലിയ ശക്തി ഉണ്ടായിട്ട് പരാജയപ്പെടാനും ദുർബലമാകാനുള്ള കാരണം ആയുധങ്ങളില്ലാത്തതിൻ്റെ പേരിലല്ല, മറിച്ച് ഈമാൻ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ഏഴാമത് പറഞ്ഞു, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ഭാഗ്യം നഷ്ടപ്പെടും. ആദ്യമൊക്കെ
സുന്നത്തസ്കാരങ്ങൾ ഉണ്ടാവും, ആ സുന്നത്തസ്കാരം നഷ്ടപ്പെടും. പിന്നെ ജമാഅത്ത് നഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ ഫജ്ർ നഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ നമസ്കാരം തന്നെ ഇല്ലാതെ ജുമായിൽ മാത്രം ഒതുങ്ങും. പിന്നെ 2 പെരുന്നാൾ നിസ്കാരം മാത്രം ജീവിതത്തിൽ ബാക്കിയാകും. വല്ലാതെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ആയുസ്സിൽ ബർക്കത്ത് നഷ്ടപ്പെടും. പാപങ്ങൾ പിന്നെയും പിന്നെയും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പാപങ്ങൾ കാരണമാകുന്ന മുഴുവൻ